ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ മോനിഷയാണെങ്കിൽ കിരണിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. മോനിഷ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇന്നത്തോടെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന്. ആ പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പൃഥ്വിയും ഷേർലിനും കാണുകയാണ്. പൃഥ്വി പറയുകയാണ്, ഈ പെൺകുട്ടി ഇത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ന്. പൃഥ്വി പറയാണ്, ഈ പ്രാവശ്യം അവന്റെ എല്ലാ കളികളും തീരും, ഇതോടെ അവന്റെ എല്ലാ കളികളുടെ അവസാനമായിരിക്കുമെന്നൊക്കെ. പൃഥ്വി പറയാണ്, പ്രീതയ്ക്കും അവന്റെ സ്വഭാവം ഇന്നത്തോടെ മനസ്സിലാകുമെന്ന്. പൃഥ്വി പറയുന്നത് കേട്ടിട്ട് ഷേർലിൻ ഇഷ്ടപ്പെടുന്നില്ല. ഷേർലിൻ ചോദിക്കുകയാണ്, കുറെ നാളായിട്ട് പ്രീതയുടെ കാര്യമാണല്ലോ സംസാരിക്കുന്നത്, അതെന്താ കാര്യമെന്ന് ചോദിക്കുന്നു. ഷേർലിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പ്രീതയാണെങ്കിൽ പൃഥ്വിയെ മയക്കി വെച്ചേക്കുകയാണെന്നാണ് തോന്നുന്നത്, അതെല്ലാം ശരിയാക്കി കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. കിരണം മോനിഷയെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുകളിൽ പ്രീതയെ കാണുന്നു. പ്രീതയെ കാണുന്നതും കിരൺ പറയാണ്, എനിക്ക് അത്യാവശ്യമുണ്ട്, എനിക്ക് പ്രീതയെ കാണണം, പ്രീത മുകളിലുണ്ട് എന്ന് പറയുന്നു. മോനിഷ അപ്പോൾ പറയാണ്, ഇവിടെ അടുത്താണ് എൻ്റെ റൂം, അവിടെ വരെ വന്നിട്ട് പൊക്കോളാൻ പറയാണ്. കിരൺ അപ്പോൾ പറയാണ്, എനിക്ക് പെട്ടെന്ന് തന്നെ പ്രീതയെ കാണാം, പ്രീത ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തിയാണ്, എനിക്ക് കണ്ടേ പറ്റൂ, നിങ്ങളുടെ കൂടെയാണെങ്കിൽ നിങ്ങളുടെ ദേഹത്ത് ജ്യൂസ് ഒഴിച്ച ആളെ തന്നെ ഞാൻ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞിട്ട് കിരൺ അങ്ങനെ ചെയ്യുകയാണ്. കിരൺ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രീതയുടെ അടുത്ത് ചെല്ലുന്നു. പ്രീതയോട് ചോദിക്കുകയാണ്, നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന്. പ്രീതയാണെങ്കിൽ പിസിയോ ആയിട്ട് ജോയിൻ ചെയ്ത കാര്യമൊക്കെ പറയുന്നു. കിരൺ അപ്പോൾ സങ്കടത്തോടെ പറയാണ്, ഇനിയും എൻ്റെ വീട്ടിൽ വരത്തുമില്ല, അതുപോലെ അവിടുത്തെ പാർട്ടിക്കൊന്നും നീ വരത്തില്ല അല്ലേ എന്ന്. പെട്ടെന്നാണ് നീ വേറെ ജോലിക്ക് വന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. പ്രീത അപ്പോൾ പറയണ, എനിക്കും സങ്കടമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാണ്, എൻ്റെ അമ്മയുടെ വാക്ക് പാലിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിമാനം നോക്കണമെന്നൊക്കെ പറയാണ് പ്രീത. ആണെങ്കിൽ പ്രീതയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയാണ്, നീ എൻ്റെ അടുത്തുണ്ടായിരുന്നപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല, പക്ഷെ നീ ഇല്ലാത്തപ്പോൾ എന്തോ ഇല്ലാത്തതുപോലെ തോന്നുകയാണെന്ന് പറയുന്നു. ഇപ്പോഴാണെങ്കിൽ എനിക്കെല്ലാം കാണുമ്പോൾ ദേഷ്യം വരിക, അതുപോലെ ഒരു കാര്യവും ഇഷ്ടപ്പെടുന്നില്ല, നീ ഉള്ളപ്പോൾ അങ്ങനെയൊന്നുമല്ലായിരുന്നു. നീയാണെങ്കിൽ നിന്റെ ഫാമിലിയെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, അതുകൊണ്ട് നിന്നെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു, നിന്നെ ഞാൻ ആ കാര്യത്തിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ കിരൺ പറയാണ്. ഇതാണെങ്കിൽ കിരണിനോട് ഒരുപാട് താങ്ക്സ് പറയാണ്, നീ എന്നെ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇത് പറയണം, ഞാൻ ശരിക്കും നിന്നോട് പറയേണ്ടതായിരുന്നു എനിക്ക് പുതിയ ജോലി കിട്ടിയ കാര്യം, പക്ഷെ ഞാൻ പറഞ്ഞില്ല, നിന്നോട് പറഞ്ഞാൽ നീ തെറ്റായിട്ട് വിചാരിക്കുമോ എന്ന് കരുതിയെന്നൊക്കെ പറയാണ്. നീ ആണെങ്കിൽ എന്നെ ഇത്രയ്ക്ക് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതിയില്ല, നിന്നെ ഓർത്ത് ഞാനും അഭിമാനിക്കുന്നു എന്നൊക്കെ പറയാണ്. കിരൺ ആണെങ്കിൽ ഒരുപാട് സങ്കടത്തോടെ പറയാണ്, നിന്നെ എനിക്ക് മിസ് ചെയ്യുകയാണ്, ഒരുപാട് മിസ് ചെയ്യുന്നു, നിന്നെ കാണാൻ പറ്റാതെ വരുമോ എന്ന് പോലും എനിക്ക് പേടിയായി പോയെന്ന് പറയുന്നു. ആണെങ്കിൽ തിരിച്ചു വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് കിരൺ പെട്ടെന്ന് അങ്ങ് തിരിയുകയാണ്. കിരൺ വിചാരിക്കുകയാണ്, ഞാൻ എന്തൊക്കെയോ ഒരുപാട് സംസാരിച്ചല്ലോ എന്ന്. മനസ്സിൽ സ്വയം പറയണം, ശരിക്കും ഞാൻ ഇവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ. പ്രീതയാണെങ്കിലും മനസ്സിലെപ്പോൾ വിചാരിക്കുകയാണ്, ഞാനും നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. പ്രീതയാണെങ്കിൽ കിരണിനോട് പറയാണ്, ഞാനും നിന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. രണ്ടുപേരും ഒരുപാട് സങ്കടത്തോടെ പരസ്പരം കണ്ണിൽ നോക്കി നിൽക്കുകയാണ്. ാണെങ്കിൽ ഒരാൾ വന്നിട്ട് പറയുകയാണ്, പെട്ടെന്ന് പാർട്ടിയിലേക്ക് വാ, ഡാൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തെന്ന്. പ്രീതയും കിരണും അവിടേക്ക് ചെല്ലുന്നു. നിഷയാണെങ്കിൽ പൃഥ്വിയും ഷേർലിനെയും വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയാണ്, എൻ്റെ പ്ലാൻ ഒന്നും നടന്നില്ല, ഞാനാണെങ്കിൽ കിരണിനെ കൂട്ടിയിട്ട് പോകുന്ന സമയത്ത് പ്രീത എന്നൊരു പെൺകുട്ടിയെ കണ്ടു, പ്രീത എന്ന പെൺകുട്ടിയെ കണ്ടിട്ട് കിരൺ പോയെന്ന് പറയുകയാണ്. പൃഥ്വിക്കും ഷേർലിനും ഷോക്ക് ആകുകയാണ്. പ്രീത അവിടെ വന്നോ എന്ന് ചോദിക്കുന്നു. പൃഥ്വി അപ്പോൾ പറയാണ്, ഇനി ആ പ്ലാൻ ഒന്നും നടക്കത്തില്ല, എത്രയും പെട്ടെന്ന് നീ പാർട്ടിയിൽ നിന്നും പുറത്തു പോകാൻ പറയുകയാണ്. പക്ഷേ ഷേർലിൻ അതിന് സമ്മതിക്കുന്നില്ല. ഷേർലിൻ ഫോൺ വാങ്ങിയിട്ട് പറയുകയാണ്, പൃഥ്വി പറയുന്നതൊന്നും നീ കേൾക്കണ്ട, നീ ധൈര്യമായിട്ട് നിന്റെ പ്ലാൻ ചെയ്തോളാൻ പറയുന്നു, പ്രീത അവിടെ ഉള്ളതായിട്ട് പോലും നീ കണക്കാക്കണ്ട എന്ന് സൂചിപ്പിക്കുകയാണ്. നിഷ അപ്പോൾ പറയാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് ചെയ്തോളാം, ഇപ്പം എനിക്ക് കുറച്ചുകൂടെ ധൈര്യമായി, ഷേർലിൻ എനിക്ക് ധൈര്യം തന്നെന്നൊക്കെ പറയുന്നു. കിരൺ ആണെങ്കിൽ പ്രീതയ്ക്ക് വെള്ളമൊക്കെ വാങ്ങിക്കൊടുക്കുന്നു ചുമയ്ക്കുമ്പോൾ. കിരണിൻ്റെ അടുത്തൊരു പെൺകുട്ടി വന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഫാനാണ്, നിങ്ങൾ എൻ്റെ കൂടെ വന്ന് ഡാൻസ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. കിരൺ അപ്പോൾ പറയാണ്, ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, എനിക്കപ്പോൾ ഡാൻസ് ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്നു. കിരൺ അങ്ങനെ പറയുന്നത് കേട്ടിട്ട് പ്രീതയ്ക്ക് പോലും അതിശയമാകുന്നു. ആണെങ്കിൽ പ്രീതയോട് ചോദിക്കുകയാണ്, നീ എന്താണ് ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നതെന്ന്. പ്രീത അപ്പോൾ ചോദിക്കുകയാണ്, നീ ആ കിരൺ തന്നെയല്ലേ, ഏത് പെൺകുട്ടികളുടെ കൂടെയും ഡാൻസ് കളിക്കുന്ന കിരൺ അല്ലേ, നിനക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന് ഞാൻ ശരിക്കും വിചാരിച്ച പോലും ഇല്ല എന്നൊക്കെ പറയുന്നു. സുന്ദരിയായ പെൺകുട്ടികളുടെ കൂടെയുള്ള ഒരു ചാൻസ് നീ മിസ് ചെയ്യാറില്ല, പക്ഷേ ഇപ്പം നിനക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു.
അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഞാനൊരു ഡീസന്റ് പയ്യനാണെന്ന്. പ്രീതി അപ്പോൾ പറയാണ് നിന്നെ ഞാൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ എനിക്ക് എല്ലാ കാര്യവും ഓർമ്മയുണ്ടെന്ന്. കാറിൽ വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ കിരൺ അപ്പോൾ ഓർക്കുകയാണ്. എന്നിട്ട് കിരണും പ്രീതയും ചിരിക്കുകയാണ് അതോർത്തിട്ട്. കിരൺ അപ്പോൾ പറയാണ് കാലം മാറുന്നതനുസരിച്ച് നമ്മളും മാറും, ചോയ്സും ഒക്കെ മാറുമെന്ന്. പ്രീതി അപ്പോൾ ചോദിക്കുകയാണ് നിനക്ക് മാറ്റം വന്നതൊക്കെ എനിക്കും അറിയണം, നിന്റെ ചോയ്സ് എന്താണെന്ന് ചോദിക്കുന്നു. പറയാണ് ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. നാളെ എന്ത് നടക്കുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പ്രീതയുടെ കൂടെ ഡാൻസ് ചെയ്യണമെന്ന് പറയുന്നു. ഞാനാണെങ്കിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി കൈ നീട്ടുന്നു. പ്രീതയാണെങ്കിൽ ആ കൈ പിടിക്കുന്നു. സമീർ ആണെങ്കിൽ കിരണിനെയും പ്രീതയും കണ്ടിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് ഇവർ എത്ര നല്ല ജോഡിയാണ്, പക്ഷേ പ്രീതയ്ക്കാണെങ്കിൽ പൃഥ്വി ഒട്ടും ചേരുന്നില്ലല്ലോ എന്ന്. അതേസമയം പൃഥ്വിയും ഷേർലിനുമാണെങ്കിൽ വഴക്കുണ്ടാക്കുകയാണ്. ഷേർലിനാണെങ്കിൽ പ്രീതയുടെ പേര് എപ്പോഴും പൃഥ്വി പറയുന്നു എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. പൃഥ്വി അപ്പോൾ പറയാണ് പ്രീതയും കിരണും അവിടെ ഒരുമിച്ചുള്ളത് കൊണ്ട് മോനിഷ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും അതൊന്നും നടക്കത്തില്ല എന്ന്. ഷേർലിൻ പറയുകയാണ് കിരൺ ആണെങ്കിൽ ശ്രമിക്കുന്നത് രോഹിത്തുമായിട്ടുള്ള എൻ്റെ വിവാഹം മുടക്കാനാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ നീ ആണെങ്കിൽ എന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞ് എസ്കേപ്പ് ആവുകയും ചെയ്യുമെന്ന് പറയുന്നു. പൃഥ്വി അപ്പോൾ പറയാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമെന്ന്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്